ഓക്കെ. സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ. അപ്പോൾ എർത്ത് ക്യുക്ക് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? എർത്ത് ക്യുക്ക് എന്ന് പറഞ്ഞാൽ എർത്തിനുണ്ടാകുന്ന സഡൻ വൈബ്രേഷനെയാണ് നമ്മൾ എർത്ത് ക്യുക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും. അവിടെ കുറച്ച് എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ എക്സോജീനിയസ് ഫോഴ്സസും ഉണ്ട്, എൻഡോജീനിയസും ഉണ്ട്. എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ അകത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സസിനെ ആയിരിക്കും നമ്മൾ ഇന്റീരിയർ ആയിട്ട് വരുന്നതിനെയാണ് എൻഡോജീനിയസ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി നമ്മൾ എന്തിന്റെ ബേസിലായിരിക്കും? 0 to 10 റിച്ചർ സ്കെയിലായിരിക്കും അളക്കുന്നത്. റിലീസ് ചെയ്ത എനർജി ആയിരിക്കും നമ്മളിവിടെ റിച്ചർ സ്കെയിൽ വഴി മെഷർ ചെയ്യുന്നത്. ദെൻ വിസിബിൾ ഡാമേജിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് മെർസലി ഇന്റൻസിറ്റി സ്കെയിൽ വെച്ചിട്ടാണ്. 1 to 12 ആണ് വരുന്നത്. ഇനി ഇതിന്റെ സീസ്മോളജി എന്ന് പറയുന്നത്. സുനാമി സുനാമി നമ്മൾ തന്നെ ഹാർബർ വേവ്സ് എന്ന് പറയാറുണ്ട് അല്ലേ? ഇനി എർത്തിക്യൂക്കിന്റെ പ്ലേസ് ഓഫ് ഒറിജിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് ഒറിജിനെ ഫോക്കസ് എന്ന് പറയും. ഇനി ഈ ഫോക്കസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? എർത്തിന്റെ അകത്തായിരിക്കും. ആ ഒറിജിനേറ്റ് ചെയ്ത പ്ലേസിനെ ആയിരിക്കും പറയുന്നത്. ഇതിന്റെ നേരെ മുകളിലായിട്ട് പെർപെൻഡിക്കുലർ എടുത്തു കഴിയുമ്പോൾ ഗ്രൗണ്ടിൽ വരുന്ന ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിന് നേരെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഗ്രൗണ്ടിൽ വരുന്ന സർഫസിൽ വരുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എപ്പി സെന്റർ എന്ന് പറയുന്നത്. എപ്പി സെന്റർ എന്ന് പറയും. ഇത് ഫോക്കസ് ആയിരിക്കും വരുന്നത്. എപ്പി സെന്റർ വരും. ഇനി നോക്കുവാണെങ്കിൽ 2 ടൈപ്പ് വേവ്സ് ആയിരിക്കും. സീസ്മിക് വേവ്സ്, ബോഡി വേവ്സ് ഉണ്ട്. ബോഡി വേവ്സ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ബോഡി വേവ്സ് എന്ന് പറഞ്ഞാൽ ബോഡി വേവ്സും സർഫസ് വേവ്സും ഉണ്ട്. ബോഡി വേവ്സ് എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ ആ ഫോക്കസിൽ എനർജി റിലീസ് ഉണ്ടാവും. എന്നിട്ട് ആ ഫോക്കസ് ജനറേറ്റ് ചെയ്തിട്ട് എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് എന്നായിരിക്കും? സർഫസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. സർഫസിലെ റോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. വന്നിട്ട് സർഫസ് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി വേവും സെക്കൻഡറി വേവും ഉണ്ട്. പ്രൈമറി വേവ് എന്ന് പറഞ്ഞാൽ പി വേവ്സ് ആണ് വരുന്നത്. ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആണ്. ഹൈ ഫ്രീക്വൻസി ആയിരിക്കും ഇതിന് വരുന്നത്. എർത്ത് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് സർഫസിൽ അറൈവ് ചെയ്യുന്നത് പറയുന്നത് പി വേവ്സ് ആണ് അറൈവ് ചെയ്യുന്നത്. അതുപോലെ ഇത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്ന വേവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന പാർട്ടിക്കിൾ വൈബ്രേഷന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഇത് സോളിഡിലും ലിക്വിഡിലും ഗ്യാസസിലൂടെ ട്രാവൽ ചെയ്യും. അടുത്താണ് സെക്കൻഡറി വേവ് അല്ലെങ്കിൽ എസ് വേവ്സ് എന്ന് പറയും. ഷോർട്ട് വേവ് ലെന്ത് ആണ് വരുന്നത്. ഹൈ ഫ്രീക്വൻസി ഉണ്ട്. ട്രാൻസ്വേഴ്സ് ആയിരിക്കും. ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് വരുന്നത്. ഇനി സോളിഡ് പാർട്ടിക്കിൾസിൽ കൂടെ മാത്രമേ ഇത് ട്രാവൽ ചെയ്യത്തുള്ളൂ. പ്രൈമറി വേവ് എത്തിയതിനു ശേഷം മാത്രമേ ഇത് സർഫസ് വരത്തുള്ളൂ. ഇനി ഷാഡോ സോൺസ് എന്ന് പറയും. ഷാഡോ സോൺസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എർത്ത് ഉണ്ടാവുമ്പോൾ ചില പ്ലേസസിൽ അതിന്റെ വേവ്സ് എത്തുന്നില്ല. കാരണം എന്നായിരിക്കും? അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ പല ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ എർത്തിന്റെ താഴോട്ട് ലേയേഴ്സ്, ക്രസ്റ്റ്, മാന്റില, കോറ് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചതൊക്കെ എന്ന് വെച്ചാല് സർഫസില് എർത്തിക്യൂക്ക് വേവ്സിനെ ബോംബാർഡ്മെന്റ് നടത്തി. ബോംബാർഡ്മെന്റ് വഴി എർത്തിക്യൂക്ക് വേവ്സിനെ, അതായത് പി വേവ്സിനെ എസ് വേവ്സിനെ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് സർഫസിൽ കൂടെ കടന്നു പോകുന്നതിന് മെഷർമെന്റ് എടുത്തു. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രസ്റ്റ്, മാന്റില, കോറ് അതിന്റെ ബൗണ്ടറീസ് ഒക്കെ മാർക്ക് ചെയ്ത് എടുത്തത്. ലിക്വിഡ് കോറ് വരുമ്പോഴത്തേന് എന്നെ എടുക്കും? എസ് വേവ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു പോകും. അതിന്റെ ബേസിലാണ് നമ്മൾ കോറ്
ലിക്വിഡ് ആയിട്ടുള്ളത് കൊണ്ട് പോഷനും വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഓരോന്നും സെമി സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ് ആണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചത് അതിന്റെ ബേസ് ചെയ്തിട്ട് ആണ്, ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാ ഇന്റൻസിറ്റി സ്കെയിൽ ഏതാ വരുന്നത്? അല്ല, ഫസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എർത്ത് വേവ്സ് ഈസ് ഫസ്റ്റ് റെക്കോർഡഡ് ഓൺ ദ സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏതായിരിക്കും? സീസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യുന്ന ഏതായിരിക്കും? പി വേവ്സ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് സർഫസിൽ വരുന്നത്. ഇനി വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി സ്കെയിൽ ഓഫ് ദ എർത്ത് ക്യൂക്ക് കോൾഡ്? ഇന്റൻസിറ്റി സ്കെയിൽ, എർത്ത് ക്യൂക്കിന്റെ ഇന്റൻസിറ്റി സ്കെയിലിനെ എന്നാ വിളിക്കുന്നത്? ഇന്റൻസിറ്റി സ്കെയിൽ ഓഫ് ദ എർത്ത് ക്യൂക്ക് കോൾഡ് എന്താണ് വിളിക്കുന്നത്? ഇന്റൻസിറ്റിയെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്നാണ്? റിച്ചർ സ്കെയിൽ വരും അല്ലേ? റിച്ചർ സ്കെയിലാണ് വരുന്നത്. ഇനി മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് എവിടെ ആയിരിക്കും വരുന്നത്? ഇന്ത്യയിലെ എർത്ത് സോൺസ് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ ആണ്. ഹിമാലയൻ റീജിയൻ ആണ് വരുന്നത്. ഹിമാലയ ഏകദേശം 1 cm/year മൂവ്മെന്റ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പഞ്ചാബ് അല്ലെങ്കിൽ റാൺ ഓഫ് കച്ചിന് പാരലൽ ആയിട്ട് വരുന്ന ട്രാൻസ്ഫോം ബൗണ്ടറീസ് വരുന്നുണ്ട്. എവിടാ, ഏത് ഓഷ്യനിലാ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നത്? എവിടെ ആയിരിക്കും? ഏതാണെന്നറിയാവോ? മിഡ് ഓഷ്യാനിക് റിഡ്ജ് വരുന്നതോ? എവിടാ വരുന്നതെന്ന് അറിയോ? എവിടാ വരുന്നത്? ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടാന്നറിയാവോ? സർക്കം പസഫിക് ബെൽറ്റില. സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്നാണ്, റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത് കേട്ടോ. പസഫിക് ഓഷ്യനിലായിട്ട് വരുന്നതാണ്. അത് തന്നെ, റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ എന്ന് പറയും. ഒരു ചെയിൻ ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ് വരുന്നതാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജ് വരുന്നിടമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ഹോട്ട്സ്പോട്ട് വോൾക്കാനോ എവിടെയാ കാണാൻ പറ്റുന്നത്? ഹോട്ട്സ്പോട്ട് വോൾക്കാനോയെ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിലാണ് വേൾഡിലെ തന്നെ വോൾക്കാനോസിന്റെ 2/3 ആക്റ്റീവ് വോൾക്കാനോസ് കാണപ്പെടുന്നത് കേട്ടോ. ഹോട്ട്സ്പോട്ട് എവിടാ കാണുന്നത്? ഏത് ഐലൻഡിലാ കാണുന്നത്? ഏത് ഐലൻഡിലാ കാണുന്നത്? ഹവായിയൻ ഐലൻഡിലാ കേട്ടോ. ഹവായിയൻ ഐലൻഡിലാണ് വരുന്നത്. ഹവായിയൻ ഐലൻഡിലാണ് ഹോട്ട്സ്പോട്ട് വോൾക്കാനോസ് കാണുന്നത്. കമ്പോസിറ്റ് വോൾക്കാനോസിനെ പറയുന്ന വേറൊരു പേരെന്നാ? വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? സർഫസിന്റെ ഇന്റീരിയറിൽ നിന്ന് ഹീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇതുവഴി വെളിയിൽ വന്നു കഴിയുമ്പോൾ ഇതിന്റെ അകത്തിരിക്കുമ്പം എന്നായിരിക്കും? ആ മോൾട്ടൺ മെറ്റീരിയൽ പ്രസ് ഇതിനകത്തൊരു ഗേഷ്യസ് മാറ്റർ കാണും. അത് രണ്ടും കൂടെ ഗ്യാസസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കാണും. റോക്ക് ഫ്രാഗ്മെന്റ്സ് കാണും, ലിക്വിഡ് ആയിട്ടുള്ള ലാവ കാണും, ദെൻ വാട്ടർ, ഗേഷ്യസ് കാണും. പക്ഷെ ഇത് സർഫസിൽ വന്നു കഴിയുമ്പോഴത്തേന് എന്നെ എടുക്കും, ഈ മാഗ്മയ്ക്കകത്തുനിന്ന് ഗേഷ്യസ് മാറ്റർ എസ്കേപ്പ് ചെയ്തു പോകും. അതിനെയാണ്, പിന്നീട് വരുന്നതിനെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കമ്പോസിറ്റ് വോൾക്കാനോസിന് എന്നാ പറയുന്നത്? 2 ടൈപ്പ് വോൾക്കാനോസ് ഉണ്ടല്ലേ? അതിന്റെ
ഷേപ്പും ലാവ ഫ്ലോയും അനുസരിച്ച് പറയുന്ന ഷീൽഡ് വോൾക്കാനോ ഉണ്ട്, കമ്പോസിറ്റ് വോൾക്കാനോ ഉണ്ട്. അപ്പം ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുന്നത് എന്നായിരിക്കും? ഹവായിയൻ വോൾക്കാനോസിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള എല്ലാ വോൾക്കാനോസും ഷീൽഡ് വോൾക്കാനോസ് ആണ്. ബസാൾട്ട് ആയിരിക്കും മെയിൻ ആയിട്ടും മെയ്ഡ് ചെയ്തിരിക്കുന്ന വരുന്നത്. ഇനി വെരി ഫ്ലൂയിഡ് ആയിരിക്കും, ബേസിക് ലാവാസ് ആയിരിക്കും, ഫ്ലൂയിഡ് ആയിട്ടായിരിക്കും. ബേസിക് ലാവാസ് എന്ന് പറയുമ്പോൾ സിലിക്ക പൂർ ആയിരിക്കും വരുന്നത്, ഡാർക്ക് കളേർഡ് ആയിരിക്കും, ലോ എക്സ്പ്ലോസിസിറ്റി ആയിരിക്കും ഇതിന് വരുന്നത്. കമ്പോസിറ്റ് വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂളറും മോർ വിസ്കസും ആയിട്ടുള്ള മാഗ്മ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ആസിഡ് ലാവാസ് ആയിരിക്കും, കാരണം സിലിക്ക റിച്ച് ആയിരിക്കും, ലൈറ്റ് കളേർഡ് ആയിരിക്കും വരുന്നത്. ഇവിടെ എക്സ്പ്ലോസീവ് ഇറപ്ഷൻ കൂടുതലായിട്ടായിരിക്കും വരുന്നത്. എക്സ്പ്ലോസീവ് ഇറപ്ഷൻ കൂടുതലായിരിക്കും വരുന്നത്. ഇതിനകത്ത് ആഷസും അതേപോലെ തന്നെ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസും കൂടുതലായിരിക്കും വരുന്നത്. പല ലേയേഴ്സ് ഫോം ചെയ്യും. ലേയേഴ്സ് ഫോം ചെയ്യും. സ്ട്രാറ്റോ വോൾക്കാനോസ് എന്നും പറയാറുണ്ട്. സ്ട്രാറ്റോ വോൾക്കാനോസ് എന്നും പറയാറുണ്ട്. എറ്റ്ന വോൾക്കാനോ എവിടാ വരുന്നത്? മൗണ്ട് എറ്റ്ന വോൾക്കാനോ എവിടെയാണ് വരുന്നത്? മൗണ്ട് എറ്റ്ന എവിടാ വരുന്നത്? എറ്റ്ന എവിടെയാ വരുന്നത്? സ്ട്രാറ്റോ വോൾക്കാനോ എവിടെ വരുന്നതാണ്? ഇറ്റലി വരുന്ന കേട്ടോ, ഇറ്റലിയിലാണ് വരുന്നത്. ഇറ്റലിയിലാണ് മൗണ്ട് വരുന്നത്. എവിടാ വരുന്നത്? ഇറ്റലിയിലെ സിസിലിയിലാണ് വരുന്നത് കേട്ടോ. ഇറ്റലിയിലെ സിസിലിയിലാണ് വരുന്നത്. മൗന ലാവോ എവിടാ വരുന്നത്? മൗണ്ട് ആക്റ്റീവ് വോൾക്കാനോ ആണ് മൗന ലാവോ. എവിടെയാണ് വരുന്നത്? ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് തന്നെ പീരിയോഡിക്കലി ഇറപ്റ്റ് ചെയ്ത് പോകുന്നതാണ് മൗണ്ട് ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഓക്കെ, എവിടാ വരുന്നത്? ഹവായി ആണ് കേട്ടോ, ഹവായിലാണ് കാണപ്പെടുന്നത്, ഹവായിലാണ് വരുന്നത്. മൗണ്ട് ഫുജി എവിടാ വരുന്നത്? മൗണ്ട് ഫുജി എവിടാ വരുന്നത്? മൗണ്ട് ഫുജി ജപ്പാനിലാണ് വരുന്നത്. ജപ്പാനിലാണ് മൗണ്ട് ഫുജി വരുന്നത്. ഓക്കെ, ഇനി എന്നാ പറയുന്ന അടുത്തത്? എർത്തിന്റെ സർഫസിന്റെ അണ്ടറിലായിട്ട് മോൾട്ടൺ റോക്ക് നിൽക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്നാണ്? എർത്തിന്റെ സർഫസിന്റെ അണ്ടറിലായിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരെന്നാണ്? 32 ചെയ്തേ മാഗ്മ എന്ന് പറയും. ഇനി അത് നേരെ വെളിയിൽ വന്നു കഴിയുമ്പോൾ, സർഫസിന് വെളിയിലോട്ട് വന്നു കഴിയുമ്പോൾ എന്നായിരിക്കും അതിനെ വിളിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞതാ, അതിനകത്തുള്ള ഗേഷ്യസ് മാറ്ററെല്ലാം എസ്കേപ്പ് ചെയ്ത് പോകും. അത് കഴിയുമ്പോൾ അതിനെ ലാവ എന്ന് വിളിക്കും. മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? മെറ്റമോർഫിക് റോക്ക് ഏതാ വരുന്നതെന്ന് അറിയാവോ? മാർബിൾ ആണ് വരുന്നത്. ഒരു മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിൾ ആണ് വരുന്നത്. 3 ടൈപ്പ് റോക്ക് ഉണ്ട്: ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഇതിനകത്ത് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് പ്രൈമറി റോക്കാണ് വരുന്നത്. പ്രൈമറി റോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് മാഗ്മയ്ക്കകത്തുനിന്ന് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. മാഗ്മയിൽ നിന്ന്, മാഗ്മയുടെ ക്രിസ്റ്റലൈസേഷൻ വഴി ഫോം ചെയ്ത് വരുന്നതാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രൈമറി റോക്ക് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് മാഗ്മയിൽ നിന്ന് വരുന്നത്. ഇനി ബാക്കി 2 റോക്കും, സെഡിമെന്ററി ഉണ്ട്, മെറ്റമോർഫിക് ഉണ്ട്. ഇതിനെ രണ്ടിനെയും പറയുന്നത് സെക്കൻഡറി റോക്സ് എന്നാണ്. സെക്കൻഡറി റോക്സ് എന്ന് പറയാനായിട്ടുള്ള കാരണം, ഈ 2 ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നെങ്കിൽ ഇഗ്നിയസ് റോക്ക് ഒരു ഇഗ്നിയസ് റോക്കിന് എന്താണ് മെറ്റമോർഫിസം സംഭവിച്ചത്? മെറ്റമോർഫിസം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ആ ഒരു റോക്ക് ഫോം ചെയ്ത ഒരു പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ കാണും. അതല്ലാതെ വേറൊരു പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷനിലോട്ട് വരുമ്പോൾ ഇതിന് മെൽറ്റിംഗ് സംഭവിക്കും. മെൽറ്റിംഗ് സംഭവിച്ചിട്ട് പിന്നെ അതിനെ റീക്രിസ്റ്റലൈസ് ചെയ്തിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസ് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിന് മെറ്റമോർഫിസം നടന്നിട്ടാണ് മെറ്റമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ഇഗ്നിയസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള
ഇഗ്നിയസ് അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സിന് വെതറിങ് നടക്കും. വെതറിങ് നടന്നിട്ട് ഡയാജനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. വെതറിങ് നടന്നിട്ട് ഇത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോയിട്ട് എവിടെയെങ്കിലും വെച്ച് ഫോം ചെയ്തൊരു റോക്ക് ആയിരിക്കും. അതിന് ചിലപ്പോൾ ഇറോഷൻ നടക്കും. പിന്നീട് അതിന് ഡെപ്പോസിഷൻ നടക്കും. ഡെപ്പോസിഷൻ നടന്നിട്ട് ഡയാജനിസിസ് ഡയാജനിസിസ് അല്ലെങ്കിൽ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നടന്നിട്ടായിരിക്കും സെക്കൻഡറി സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ്. അപ്പം നോക്കുവാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? മാഗ്മയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇഗ്നിയസ് റോക്ക് വരും. ഇഗ്നിയസ് റോക്ക് വരും. അപ്പം ഈ ഇഗ്നിയസ് റോക്കിന് അല്ലെങ്കിൽ എസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സെഡിമെന്ററി റോക്ക് ഉണ്ടല്ലോ, ആ സെഡിമെന്ററി റോക്കിന് രണ്ടിനും മെറ്റമോർഫിസം നടന്നിട്ടാണ് ഏത് മെറ്റമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നത്. മെറ്റമോർഫിക് റോക്ക് വരുന്നത്. ഇനി എന്നാ എടുക്കും? ഈ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് എന്നാ എടുക്കും? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്ക്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റമോർഫിക് റോക്സിന് ഡയാജനിസിസ് വെതറിംഗ് ഒക്കെ നടന്നിട്ട് ഡയാജനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയായിരിക്കും സെഡിമെന്ററി റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഇതെന്നാ എടുക്കും? ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാഗ്മയിൽ നിന്ന് അതിന്റെ ക്രിസ്റ്റലൈസേഷൻ വഴി ഫോം ചെയ്യുന്നതാണ്. കൂളിംഗ് ക്രിസ്റ്റലൈസേഷൻ വഴി ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി എന്ന് വിളിക്കുന്നത്. ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്ന റോക്കിൽ നിന്ന് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ സെക്കൻഡറി റോക്ക് എന്ന് പറയും. ഓക്കെ. ഇനി റോക്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് പെട്രോളജി എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ മിനറൽസ് മേഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് സാൻഡ് സ്റ്റോണ്. ഏതാ വരുന്നത്? ലൈം സ്റ്റോണ്, ഷിസ്റ്റ്. ഓക്കെ. ഇനി മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ഏതാണ് വരുന്നത്? മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, സാൻഡ് സ്റ്റോണ്. മെറ്റമോർഫിസം നടന്നുണ്ടാകുന്നതാണ് ക്വാർട്സൈറ്റ് എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക്. ലൈം സ്റ്റോണിന് മെറ്റമോർഫിസം നടന്നുണ്ടാകുന്നതാണ് മാർബിൾ എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക്. ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് നൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഷെയിൽ ആണെങ്കിൽ അത് ഷിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ഏതാ വരുന്നതെന്ന് അറിയാമോ? ഗ്രാനൈറ്റ്, ഡയോറൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഇതെല്ലാം തന്നെ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ വരുന്നതാണ്. അപ്പം ഇഗ്നിയസ് റോക്കിനെ എന്നാ വിളിക്കുന്നത്? ഇഗ്നിയസ് റോക്കിനെ എന്നാണ് വിളിക്കുന്നത്? ഇഗ്നിയസ് റോക്കിനെ എന്നാ വിളിക്കുന്നത്? ഇഗ്നിയസ് റോക്കിനെ എന്നാ വിളിക്കുന്നത്? പ്രൈമറി റോക്ക് എന്ന് വിളിക്കും. ഇഗ്നിയസ് റോക്കിനെ പ്രൈമറി റോക്ക് എന്ന് വിളിക്കും. ഇനി എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള റോക്ക് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ വരുന്ന ഏതായിരിക്കും? സെഡിമെന്ററി റോക്സ് ആയിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? സെഡിമെന്ററി റോക്സ് ആണ് വരുന്നത്. ഓക്കെ. അടുത്തത് ഏതാണ് ഇൻസുലേഷനെ അബ്സോർവ് ചെയ്യുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അബ്സോർബ്സ് പാർട്ട് ഓഫ് ഇൻസുലേഷൻ ആൻഡ് റിസർവ്സ് ദ എർത്ത്? ഏതാ? ഇൻസലേഷന്റെ ഒരു പാർട്ടിനെ അബ്സോർവ് ചെയ്തിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? സണ്ണിന്ന് എർത്തിലോട്ട് വരുന്ന സോളാർ റേഡിയേഷൻ, അതിനെ കുറച്ചെണ്ണത്തിനെ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വിടുമ്പോഴോട്ട് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ എന്നാ എടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ളത് നിന്നിട്ട് അത് പിടിച്ചു നിർത്തും. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. റേഡിയോ വേവ്സിനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചുവിടുന്ന ലെയർ ഏതാ? എർത്തിന്റെ ലെയർ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, ദെൻ അയണോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയറും മാഗ്നറ്റോസ്ഫിയറും ഉണ്ട്. ഇതിനകത്ത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം എത്ര ആയിരിക്കും? 18 കിലോമീറ്റർ വരെയാണ് വരുന്നത്. 18 കിലോമീറ്റർ വരെയാണ് വരുന്നത്. പോൾസിൽ 8 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. ഇക്വേറ്ററിന്റെ അവിടെ നോക്കുവാണെങ്കിൽ എത്ര ആയിരിക്കും? 18 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ഇക്വേറ്ററിന്റെ അവിടെ ആയിട്ട് 18 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ദെൻ ഈ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലോട്ട് വരുന്ന ബൗണ്ടറിക്കാണ് സ്ട്രോപ്പോഫോസ് എന്ന് പറയുന്നത്. എർത്തിലെ ഓൾമോസ്റ്റ് വെതർ ഫിനോമിനാസും നടക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്.
ഇനി സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്താണ് വരുന്നത്. സ്ട്രാറ്റോപോസ് എന്ന് പറയും. ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും വരുന്നത്. കാരണം മേളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരും കേട്ടോ. സ്ട്രാറ്റോസ്പോസിൽ ഏകദേശം -60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്, ട്രോപ്പോഫോസിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്പോസിനെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്. ഓസോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇവിടെയായിരിക്കും വരുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും ടർബുലൻസിൽ നിന്നും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ലെയർ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റും വെതർ ബലൂൺസും എല്ലാം തന്നെ ഫ്ലൈയിങ് വരുന്നത് ഇവിടാണ് വരുന്നത്. ദെൻ മീസോസ്ഫിയറിൽ 80 കിലോമീറ്റർ വരും കേട്ടോ. മീസോസ്ഫിയറിൽ ഏകദേശം എത്ര ആയിരിക്കും വരുന്നത്? ഒരു 80 കിലോമീറ്റർ വരെയാണ് വരുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എന്നായിരിക്കും? ഹൈറ്റ് അനുസരിച്ച് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ടെമ്പറേച്ചർ വരുന്നത്. കോൾഡസ്റ്റ് ലെയർ ആണ്, അറ്റ്മോസ്ഫിയറിലെ കോൾഡസ്റ്റ് ലെയർ ആണ് വരുന്നത്. മീസോസ്ഫോസ്, അവിടെയാണ് മീറ്റിയോസ് ബേൺ ചെയ്യുന്നത് ഇവിടാണ്. ഇനി തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 85 തൊട്ട് 600 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നതാണ്. ടെമ്പറേച്ചർ എന്നാ എടുക്കും? ഹൈറ്റ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ദെൻ അയണോസ്ഫിയർ എന്ന് പറയുന്നത് എന്നായിരിക്കും? അയണോസ്ഫിയർ എന്ന് പറയാൻ എന്നാ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഉള്ളതുകൊണ്ടാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഡേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഡേ ടെമ്പറേച്ചർ 600 കിലോമീറ്റർ വരെ 1400 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്. ഇനി ഈ 600 കിലോമീറ്ററിലെ നൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 225 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്. അപ്പർ പാർട്ടിലായിട്ട് ലൈറ്റർ ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ കാണാൻ പറ്റും. അറോറാസ് ഫോം ചെയ്യുമല്ലോ. അറോറാസ് ഫോം ചെയ്യുന്നത് ബേസിക്കലി അയണോസ്ഫിയറിലാണ് വരുന്നത്. അതായത് അയണോസ്ഫിയർ കുറെ അയോൺസ് കാണും. ഇവിടെ സൺലൈറ്റ് തട്ടുമ്പോഴാണ് അറോറ ഫോം ചെയ്യുന്നത്. സാറ്റലൈറ്റിന്റെ പാർക്കിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ അയണോസ്ഫിയറിൽ ആണ്. ഇനി അയണോസ്ഫിയർ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്നാ വരുന്നത്? റേഡിയോ വേവ്സിനെ റിഫ്ലക്ട് ചെയ്ത് എർത്തിലോട്ട് വിടുന്നത് ഏതാണ്? അയണോസ്ഫിയർ ആണ് കേട്ടോ. റേഡിയോ വേവ്സിനെ റിഫ്ലക്ട് ചെയ്ത് എർത്തിലോട്ട് വിടുന്നത് അയണോസ്ഫിയർ ആണ് വരുന്നത്. ഔട്ടർ അറ്റ്മോസ്ഫിയർ എത്ര ലെയർ ആയിട്ടാ തിരിച്ചേക്കുന്നത്? ഔട്ടർ അറ്റ്മോസ്ഫിയർ മെയിൻ ആയിട്ടും എത്ര ലെയർ ആയിട്ടാ തിരിച്ചേക്കുന്നത്? 5 ലെയർ ആയിരിക്കും. ഏതൊക്കെയാ വരുന്നത്? താഴെ കിടപ്പുണ്ട്, ഏതൊക്കെയാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയറാ വരുന്നത്. ഓക്കെ. then അടുത്തത് വാമസ്റ്റ് ലെയർ ഏതാ? ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ലെയർ ഏതായിരിക്കും വരുന്നത്? വാമസ്റ്റ് ലെയർ ഏതാ വരുന്നത്? അറ്റ്മോസ്ഫിയറിന്റെ വാമസ്റ്റ് ലെയർ ഏതാ വരുന്നത്? ഏതാ? ഹോട്ടസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാ? തെർമോസ്ഫിയർ ആണ് കേട്ടോ. തെർമോസ്ഫിയർ ആണ് വരുന്നത്. ഇവിടെ ഈ എക്സ്ട്രീം ഹീറ്റിന് കാരണമാകുന്നതെന്ന് പറഞ്ഞാൽ ഹൈ എനർജി എക്സ്ട്രാ വേവ്സിനെ UV റേഡിയേഷനെ സണ്ണിൽ നിന്നുള്ളതിനെ ഇവിടെ അബ്സോർവ് ചെയ്തെടുക്കും. അത് കാരണമാണ് ഇവിടെ എക്സ്ട്രീം ഹീറ്റ് വരുന്നത്. ഓക്കെ. അടുത്തത് ഏതാ വരുന്നത്? ഫ്രഷ് വാട്ടറിന്റെ ലാർജസ്റ്റ് റിസർവോയർ എന്ന് പറയുന്ന ഏതാ പിള്ളേരെ വരുന്നത്? ഫ്രഷ് വാട്ടറിന്റെ ലാർജസ്റ്റ് റിസർവോയർ എന്ന് പറയുന്ന ഏതാ? ഗ്ലേഷ്യർ ആണ് കേട്ടോ. ഗ്ലേഷ്യർ ആണ് വരുന്നത്. വേൾഡ് സർഫസിന്റെ എത്ര ഭാഗമാണ് വാട്ടർ കവർ ചെയ്ത് കിടക്കുന്നത്?
എത്ര വരുന്നത്? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 71% ആണ് വരുന്നത് കേട്ടോ. 71% ആണ് വരുന്നത്. സ്പ്രിംഗ് ടൈഡ് ഉണ്ട്. സ്പ്രിംഗ് ടൈഡ് എവിടെ ഒക്കൂർ ചെയ്യുന്നത്? സ്പ്രിംഗ് ടൈഡ് ഉണ്ട്, നീറ്റ് ടൈഡ് ഉണ്ട്. ഇതിൽ എവിടെ ഒക്കൂർ ചെയ്യുന്നത്? എവിടെ ഒക്കൂർ ചെയ്യുന്നത്? സ്പ്രിംഗ് ടൈഡ്, നീറ്റ് ടൈഡ് ഉണ്ട്. ഏത് ഡേയിലാണ് സ്പ്രിംഗ് ടൈഡ് ഒക്കൂർ ചെയ്യുന്നത്? ടൈഡ് എന്ന് പറഞ്ഞാൽ എന്നാ? റൈസ് ആൻഡ് ഫോളിങ് സീ ലെവലാണല്ലേ വരുന്നത്. എർത്ത്, മൂണ്, സണ്ണ് ഇതിന്റെ ഫോഴ്സസ് കാരണമാണ് ഇത് വരുന്നത്. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതിന്റെ കാരണമാണ് ടൈഡ്സ് ഫോം ചെയ്യുന്നത്. ഏത് ഡേയിലായിരിക്കും സ്പ്രിംഗ് ടൈഡ് ഫോം ചെയ്യുന്നത്? ഏതാ വരുന്നത്? ഫുൾ മൂൺ ഡേയിലും ന്യൂ മൂൺ ഡേയിലും ആയിരിക്കും അല്ലേ? ഫുൾ മൂൺ ഡേയിലും ന്യൂ മൂൺ ഡേയിലുമാണ് ഫോം ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഗിബ്രാൾട്ടർ കണക്ട് ചെയ്യുന്ന ഏതിനെയൊക്കെ? ഏത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? പല ടൈപ്പ് സ്ട്രെയിറ്റ്സ് ഉണ്ടല്ലേ? ഓഷ്യാനിക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? രണ്ട് ലാർജ് വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന, നാച്ചുറലി ഫോം ചെയ്യുന്ന, നേവിഗബിൾ ആയിട്ടുള്ള, നേവിഗേഷൻ നടക്കാൻ പറ്റുന്ന വാട്ടർവേയാണ് നമ്മൾ ഓഷ്യാനിക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. പലർന്നും ഉണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോമസ് ഉണ്ട്, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ഉണ്ട്, ദെൻ സ്ട്രെയിറ്റ് ഓഫ് പാർക്ക് സ്ട്രെയിറ്റ് ഉണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഇതിനകത്ത് ഗിൽബർത്തർ ഏതിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നേ. മെഡിറ്ററേനിയൻ സീയും അറ്റ്ലാന്റിക് സീയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് ചാനലിന് ശേഷം ഈ സ്ട്രെയിറ്റ് ആണ് വേൾഡിലെ തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അടുത്തായിട്ട് വരുന്ന സ്പെയിന്, മൊറോക്കോ ഒക്കെയാണ് കൺട്രീസ് വരുന്നത്. സ്പെയിനിന്റെ അറ്റത്താണ് സ്പെയിനിന്റെ അറ്റത്തുള്ള ഒരു സ്പേസ് ആണ് ഗിബ്രാൾട്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്നിട്ടാണ് ഇതിന് സ്ട്രെയിറ്റ് ഓഫ് ഗിബ്രാൾട്ടർ എന്ന് പറയുന്ന പേര് വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഷ്യൻ ഹാസ് ദ ഷേപ്പ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എസ്? ഇംഗ്ലീഷ് ആൽഫബറ്റ് എസിന്റെ ഷേപ്പ് ഉള്ള ഓഷ്യൻ ഏതാ? ഏതാ വരുന്നത്? എസ് ഷേപ്പ് ഓഷ്യൻ ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഇംഗ്ലീഷ് ആൽഫബറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അറ്റ്ലാന്റിക് ഓഷ്യനാ വരുന്നത്. ഭൂപടം എടുത്ത് നോക്കിയാൽ മതി. അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് വരുന്നത്. അടുത്തത്, ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ പോപ്പുലേഷൻ ഏതാ വരുന്നത്? ഏതായിരിക്കും? ഏഷ്യ ആയിരിക്കുമല്ലോ അല്ലേ? ഏഷ്യ ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത്, ഓഷ്യൻ വിത്ത് ദ ലാർജസ്റ്റ് സർഫസ് ഏരിയ ഏതാ വരുന്നത്? ഓഷ്യൻ വിത്ത് ലാർജസ്റ്റ് സർഫസ് ഏരിയ. ഓഷ്യൻ വിത്ത് ലാർജസ്റ്റ് സർഫസ് ഏരിയ ഏതാണ്? ലാർജസ്റ്റ് സർഫസ് ഏരിയ ഏതാണ്? പസഫിക് ഓഷ്യൻ ആണ് വരുന്നത്. ഗ്രേറ്റ് ബാരിയർ റീഫ് ഏതിനകത്താ വരുന്നത്? ഗ്രേറ്റ് ബാരിയർ റീഫ് ഏതിനകത്താ വരുന്നത്? വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കോറൽ റീഫ് ആണ് വരുന്നത്. ഏത് ഓഷ്യനിലാ വരുന്നത്? ഇത് കാണുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലാ വരുന്നത്. ഏത് ഓഷ്യനിലാ വരുന്നത്?
ഇതാ പസഫിക് ഓഷ്യൻ. ഓപ്ഷൻ എ പസഫിക് ഓഷ്യനിലാണ് കാണുന്നത്. സീ കോസ്റ്റ് ഓഫ് ഏതാ വരുന്നത്? ഓസ്ട്രേലിയയാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് സീ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ജോഗ്രഫി കേട്ടോ. ജോഗ്രഫി ഇത്രയേ ഉള്ളൂ. ജോഗ്രഫി മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ. വേൾഡ് ജോഗ്രഫി നമ്മൾ ഡിസ്കസ് ചെയ്തു, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. then അതുപോലെ ഇന്നലെ ഇന്ത്യൻ ജോഗ്രഫി നോക്കി 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അടുത്തത് ഞാൻ ഏതാ ഇട്ടേക്കുന്നേ? അടുത്തത് ഞാൻ ഏതാ ഇട്ടേക്കുന്നേ? അടുത്തത് ഏതാ ഇട്ടേക്കുന്നേ? കെമിസ്ട്രി. കെമിസ്ട്രി നാളെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. നാളെ സ്റ്റാർട്ട് ചെയ്യും. നാളെ 7 മണിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കെമിസ്ട്രി കേട്ടോ. കെമിസ്ട്രിയുടെ സെഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക, നോക്കിയിട്ട് കയറുക. നാളെ കെമിസ്ട്രി കാണുമേ. 7 മണിക്ക് നാളെ 7 മണിക്ക് നോക്കാം. ഓക്കെ, അപ്പം ചെറിയൊരു വൈവയും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ. എർത്ത് ക്യൂക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചാ? ഏത് സ്കെയിൽ ഉപയോഗിച്ചാ? എർത്ത് ക്യൂക്കിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? സീസ്മോളജി വരും അല്ലേ? ലാർജസ്റ്റ് ഓഷ്യൻ ബൈ ഏരിയ ഏതാ? ലാർജസ്റ്റ് ഓഷ്യൻ ഏതാ? എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന റോക്ക് ഏതാ? വെതർ ഫിനോമിനാസ് എല്ലാം നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാ? വെതർ ഫിനോമിനാസ് എല്ലാം നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാ? ഓക്കെ. മീറ്റിയോറൈറ്റ്സ് ബേൺ ചെയ്യുന്ന ഏത് ലെയർ വെച്ചിട്ടാ? ഓക്കെ. ഗ്രേറ്റ് ബാരിയർ റീഫ് വരുന്നത് ഏത് ഓഷ്യനിലാ? ഗ്രേറ്റ് ബാരിയർ റീഫ് വരുന്നത് ഏത് ഓഷ്യനിലാ? മിഡ് ഓഷ്യാനിക് റിഡ്ജ് വരുന്നത് ഏത് ഓഷ്യനിലാ? ഫാദർ ഓഫ് ജോഗ്രഫി എന്നറിയപ്പെടുന്ന ആരെയാ പിള്ളേരെ? ഫാദർ ഓഫ് ജോഗ്രഫി എന്നറിയപ്പെടുന്ന ആരെയാ? ഫാദർ ഓഫ് ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഇറാറ്റോസ്തനസിനെയാണ് കേട്ടോ. ഹൈഡ്രോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണെന്നറിയാവോ? ഹൈഡ്രോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണെന്നറിയാവോ? വാട്ടർ മൂവ്മെന്റും ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ദെൻ സ്റ്റഡി ഓഫ് സോയിൽസ് ഏതാ വരുന്നത്? പെഡോളജി. ഓക്കെ. ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് പ്രപ്പോസ് ചെയ്ത ആരാണ്? അറിയുവോ? ജോർജസ് ലാമാറ്റയർ ആണ് പ്രപ്പോസ് ചെയ്തത്. ദെൻ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഉണ്ട്, അത് പ്രപ്പോസ് ചെയ്ത ആരാ? ഹോയലാണ് കേട്ടോ. HOYLE, ഹോയലാണ് പ്രപ്പോസ് ചെയ്തത്. ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഏതാ വരുന്നത്? നമ്മുടെ മിൽക്കി വേ ഏതാ വരുന്നത്?
കോൺസ്റ്റലേഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നക്ഷത്രക്കൂട്ടം അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഗാലക്സി ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ മിൽക്കി വേ ഏതാ വരുന്നത്? ആകാശഗംഗയാണ് കേട്ടോ. ആകാശഗംഗയാണ് വരുന്നത്. ഗാലക്സിക്ക് പല ഇതും വരുന്നുണ്ട്. നമ്മുടെ സ്പൈറൽ ഗാലക്സിയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി ഏതാ? നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി ഏതാ? ആൻഡ്രോമേഡയാണ് വരുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോക്കൽ ഗ്രൂപ്പ് ഗാലക്സീസ് എല്ലാം നോക്കിയാൽ ലാർജസ്റ്റ് ഗാലക്സി ഏതാ വരുന്നത്? ആൻഡ്രോമേഡ ഒരു സ്പൈറൽ ഗാലക്സിയാണ് വരുന്നത്. അറിയുവോ? അറിയുവോ? നിങ്ങൾ ഇതിന്റെ എല്ലാം ക്ലാസ് കണ്ടിട്ട് കയറിയവരല്ലേ, അപ്പൊ ഏതാ വരുന്നത്? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ഏതാ വരുന്നത്? എർത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ഏതാ വരുന്നത്? ക്രസ്റ്റ്. പെരിജി എന്ന് വെച്ച തന്നെ, പെരിജി എന്ന് വെച്ച തന്നെ. മൂണ് ഏറ്റവും എർത്തുമായിട്ട് ക്ലോസർ ആയിട്ട് വരുന്ന ഡേ ആണ് പെരിജി എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് പെരിജി എന്ന് പറയുന്നത്. ഏറ്റവും ക്ലോസർ ആയിട്ട് വരുന്ന ആ ടൈമിനെയാണ് പെരിജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും മതിയേ. ബാക്കി നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കെമിസ്ട്രി കാണും, നാളെ കാണും. നാളെ 7 മണിക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ലീവ് ചെയ്തോളൂ. താങ്ക് യു.